ഞാനും me നിങ്ങളും and you. പിശാചിന്റെ കൂടെ നരകത്തിന് വിറകുള്ളിയായി മാറേണ്ടവരാണ്. We were supposed to be burned and barbecued in hell. പക്ഷേ വാക്യം അറിയാവുന്നവർ പറഞ്ഞെ, കരുണ സമ്പന്നനായ ദൈവമോ നമ്മളെ വിടുവിച്ചു. But the Father of mercy saved all of us. കരുണാ സമ്പന്നനായ ദൈവമോ തന്റെ മഹാസ്നേഹം നിമിത്തം ആ മരണത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി വിടുവിച്ചു. God who is so full of mercy has redeemed us from the pit of death. ആപത്താൽ എന്നിൽ വന്ന സകലത്തെയും മായ്ച്ചിട്ട് പറഞ്ഞു, നീ എന്റെ കുഞ്ഞാണ്, ഞാൻ നിന്നെ അതിനകത്തുനിന്ന് വിടുവിച്ചിരിക്കുകയാണ്. Father of mercy, wash me from sin and he redeemed me from them because you are my child, he says. ഇന്നലെ വരെ നീ ചെയ്ത സകല തെറ്റുകളും എൻ്റെ കർത്താവ് ക്ഷമിച്ചിട്ട് നിനക്കൊരു പുതിയ തുടക്കം തരാനാണ് ഇന്ന് പകൽ നിന്നെ ഈ ഹോളിനകത്ത് കൊണ്ടുവന്നത്. നിന്നെ അവൻ തകർക്കത്തില്ല. Oh, he has brought you to this hall this morning to give you a new beginning. He shall not let you be destroyed. ഈ ലോകത്തിൽ സ്നേഹം നടിക്കുന്നവരുടെ എല്ലാം സ്നേഹം മാറിപ്പോയാലും തള്ളിടുവോ എന്നേ തീരുമോ നിൻ സ്നേഹമെന്നിൽ ഓ അനുഗ്രഹത്തേ ആദിപതിയേ ആനന്ദ കൃപ പെരുന്നാദിയേ. അപ്പം നരകത്തിന് വേണ്ടി റിസർവ് ചെയ്ത എന്നെ നോക്കിയിട്ട് എൻ്റെ കുടുംബത്തിലും നാട്ടിലും ഒക്കെ ആർക്കും വേണ്ടാതെ കെട്ടപ്പെട്ട് കിടന്ന് എന്നെ നോക്കിയിട്ട് കർത്താവിന് അങ്ങ് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലടാ, നിന്നെ എനിക്ക് വേണം. Oh, the Lord with his abundant love looked at me and he said, I will not give you up to the hellfire. I want you for my purposes. അതുകൊണ്ട് കൂടുതലൊന്നും മസിൽ പിടിക്കരുത്. മസിലൊക്കെ വിട്ട് ഇപ്പോഴേ ആരാധിക്കാമെങ്കിൽ കർത്താവ് നിന്നെ അങ്ങ് നടത്തിക്കോളും. Amen. If you can just yield to the Holy Spirit this morning, he will lead you to the rest of the journey. അതാണ് കരുണ. That is mercy. എന്നാൽ കൃപ അതല്ല. But that is what is grace. ആ കുഴിയിന്ന് നിന്നെ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. He picked you up from the pit and he brought you up. ഇവിടെ കൊണ്ടുവന്നിട്ട് നിന്നോട് പറഞ്ഞു, And then he told you, നിനക്ക് പാടാൻ കഴിവില്ലല്ലോ, you can't sing, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ലല്ലോ, you don't know how to pray, നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ, you don't know how to preach, ഉൽപ്പത്തി എവിടാ വെളിപ്പാട് ഏതാന്ന് നിനക്ക് അറിയത്തില്ലല്ലോ, you don't know where the books of the Bible are. എന്റെ ശക്തി ഞാൻ നിനക്ക് തരാൻ പോവാ. But I give you divine enablement. നിനക്ക് പറ്റാത്തത് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. I will make you do things you cannot do. Come on. That is grace. അതാണ് ദൈവത്തിന്റെ കൃപ. That is grace, divine enablement. 10 പേര് ഇരിക്കുന്ന കണ്ട കാല് വിറയ്ക്കുന്ന, ഒരു പാട്ട് കാണാതറിയാത്ത, പ്രസംഗിക്കാൻ അറിയാത്ത നിന്നെ തമ്പുരാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Oh, come on. എന്നിട്ട് പറഞ്ഞു, നിന്റെ നാവിനെ എന്റെ നാവാക്കും, നിന്റെ കണ്ണിനെ എന്റെ കണ്ണാക്കും, നിന്റെ കയ്യെ ഞാൻ എന്റെ കൈയാക്കും, നിന്റെ ശരീരത്തെ ഞാൻ എന്റെ സാന്നിധ്യത്തെ ചുമക്കുന്ന ഒരു ടാബർനാക്കിളാക്കി മാറ്റും. നിനക്ക് പറ്റാത്തതിനെ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. I will make you do things you could not do and make you a living tabernacle. ഈ കൃപയുടെ മാത്രം പ്രത്യേകത ഇത് വർദ്ധിക്കുന്ന കൃപയാണ്. And this grace has a unique feature about it. This grace is ever increasing. കൊതിയുള്ളവന്റെ മേൽ ഇത് വർദ്ധിച്ചോണ്ടേ. If you are hungry, this grace will keep increasing in your life. സരിഗമ പാടാൻ അറിയാത്ത നിന്നെ കൊണ്ടവൻ പാട്ട് എഴുതിപ്പിക്കും, നിന്നെ കൊണ്ടവൻ പാട്ട് പാടിപ്പിക്കും, നിന്നെ കൊണ്ടവൻ പ്രസംഗിപ്പിക്കും, നിന്നെ കൊണ്ടവൻ പുസ്തകം എഴുതിപ്പിക്കും, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. ഇത് വർദ്ധിച്ചോണ്ടേ. This is called ever increasing grace. He will open the door. He will make you do things you could not. He'll make you write a song and preach a message too. Hallelujah.